Hi students, good evening. Good evening. Yes, Sanjay Begum. Wake up. എങ്ങനെയാണ് പെട്ടെന്ന് തുടങ്ങി നമ്മൾ രാവിലെ നിർത്തേണ്ട ബാക്കി നേരത്തെ നമ്മൾ രാവിലെ നിർത്തേണ്ട ബാക്കി വേഗം സർ എത്രാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? രാവിലെ ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ നിർത്തിയത് 10th എക്സസൈസിലെ 4th ക്വസ്റ്റ്യന്റെ ഫൈനൽ ഏരിയയിലായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലോ അല്ലെ? നമുക്ക് 3rd one ചെയ്യാനുണ്ട്. Then 5th onwards. ഫോർത്തിന്റെ ഫൈനൽ ആൻസർ കിട്ടിയായിരുന്നു? ഒന്ന് പറഞ്ഞേ. ഫോർത്തിന്റെ ഫൈനൽ ആൻസർ ഇതായിരുന്നോ സാന്ദ്ര? ഫൈനൽ ആൻസർ ഓഫ് ഫോർത്ത് വൺ എനിക്ക് 32 - 28 √2/15 കിട്ടി. ഒന്നോടെ 32 - 28 √2/15. 32 - 28 √2/15. മൈനസ് എനിക്കൊരു സംശയമുണ്ട്. 32 കറക്റ്റ് ആണെന്നാണ് എന്റെ പ്രതീക്ഷ. വേറെ ഹാഫിസ് എത്ര കിട്ടി? മൈനസ് അല്ല, പ്ലസ്. 32 പ്ലസ് 28 √2/15. പ്ലസ് 28 √2 ആണോ എന്ന് എനിക്കൊരു സംശയം. ഹാഫിസ് എത്ര വന്നേ? ചെയ്ത് തീർത്തില്ല. ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയാത്തൊരു വേഗം കഴിഞ്ഞിടത്ത് ഒരു ഉള്ളിലേക്ക് പോകും കേട്ടോ. ഞങ്ങളായിരുന്നേ നമ്മൾ രാവിലെ കൊണ്ടുപോയി നിർത്തിയത് ഫൈനൽ ഇന്റഗ്രേഷനിലായിരുന്നു. 2t⁵5 ഇങ്ങനെയൊക്കെയല്ലേ നോക്കണേ. നമുക്ക് ലാസ്റ്റ് കിട്ടിയത് 1 second. 2t⁵5/5 minus 4t³/3 എന്നാണ് എന്റെ ഓർമ്മ. 4t³ divided by 3 within the limit √2 to 2 ആണോ? ഇങ്ങനെയായിരുന്നോ അനീൻ? Two into 2⁵5/5 4 into 2³/3 minus 2 into √2⁵5 minus 4 into √2⁵3/3. 2 into 2⁵5 എന്ന് പറഞ്ഞാൽ it is 64/5. 4 into 2³ is 8. 8 into 4 32. 3 minus 2 into √2⁵5 എന്ന് പറയുമ്പോൾ 4√2/5 minus 4 into 2√2/3. That is equal to 64/5 minus 32/3 bracket open ചെയ്യുമ്പോൾ minus 8√2/5 plus 8√2/3. ഇതിലേക്കാണ് വന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. ആണോ? അപ്പൊ നമുക്കതിനെ ബാക്കി എല്ലാ ഡിനോമിനേറ്റേഴ്സും കോമൺ ആക്കാം. അപ്പൊ നമുക്ക് 15ലേക്ക് എല്ലാവരെയും എത്തിക്കാനുള്ള പണി നോക്കാം. അതാവുമ്പോ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടോ? ഡിനോമിനേറ്റേഴ്സിനെ കോമൺ ആക്കിയ അതാണ് എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നു. ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ നമുക്ക് ഫസ്റ്റിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 64
64 into 3 അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താലും മതി. 3 into 8 root 2 എന്നാലും കുഴപ്പമില്ല കേട്ടോ. എനിവേ 64 into 3 ചെയ്യുമ്പോൾ 180 190 മൈനസ് 32 into 5 ചെയ്യുമ്പോൾ 160 ഡിവൈഡ് ബൈ 15. അടുത്ത രണ്ടുപേരെ ക്രോസ് ചെയ്യുമ്പോൾ മൈനസ് 24 root 2 plus 40 root 2 divided by 15 എന്ന് വരും. 192 minus 160 എന്ന് പറയുമ്പോൾ 32 ആണ് by 15 minus 24 പ്രത്യേകം നോക്കണം കേട്ടോ. 24 plus 40 അല്ല, ഞാൻ എഴുതി മാറിപ്പോയതാണ്. -24 plus 40 എന്നാട്ടോ. -24 plus 40 or 16 root 2 -24 കൺഫ്യൂഷൻ വേണം, നമുക്ക് ഇങ്ങനെ തന്നെ അത് കൊടുക്കാം, പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. -24 plus 40 വേണമെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു 16/15 കോമൺ എടുത്താൽ 2 plus root 2 എന്നിങ്ങനെയൊക്കെ ഫൈനൽ എഴുതാം. അതിന്റെ ഫൈനൽ ആൻസർ. ഡൗട്ടിനെ ചോദിക്കണേ, ക്ലിയർ ആണെങ്കിൽ നേരെ അടുത്തിലേക്ക്. ഇനി ഇതിന്റെ പുറത്ത് നിൽക്കരുത്, തേർഡ് വൺ സ്റ്റാർട്ട് ചെയ്യണേ. തേർഡ് വൺ integral 0 to 1 sin inverse 2x by 1 plus x square dx. തുടങ്ങിയല്ലോ, തേർഡ് വൺ സ്റ്റാർട്ട് ചെയ്തോ വേഗം. മിലൻ, അപ്പൊ നിങ്ങളുടെ ലാബ് സ്റ്റോപ്പ് ചെയ്തോടാ. ലാബ് തീർന്നു. ഇതിപ്പം നാളെ തൊട്ട് ക്ലാസ് തുടങ്ങും. ഓൺലൈൻ ക്ലാസ് ആയിട്ട് 7 മണി തൊട്ട് തുടങ്ങും. എത്ര മണി വരെയാണ്? സാധാരണ പോലത്തെ ടൈം ടേബിളാ. sin inverse 2x by 1 plus x square. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ ഇതിനു പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആ രീതിയിലാണ് ചിന്തിക്കണേ. ഇപ്പൊ 7 മണിക്ക് തൊട്ട് തുടങ്ങുമ്പോ ഞാൻ പറയാം, ടൈം ഞാൻ പറയാം. അത് ഞാൻ പറയാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വന്നിരിക്കുന്ന ബ്രാക്കറ്റിനുള്ളിൽ വന്നിരിക്കുന്ന ആ ഫോമിൽ whether we have any trigonometric identity ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം, നേരെ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഏകദേശം അതിൽ കുറച്ചുകൂടെ ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് ചെക്ക്, നമുക്ക് നോക്കാം. ഇതാവട്ടെ. പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കാര്യങ്ങൾ എത്തിക്കാൻ യു ഹാവ് മാക്സിമം 3 മിനിറ്റ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ.
ഇതാവണം. 2x by 1 plus x square ഫോമിൽ നമുക്ക് ഏതാണ് ഐഡന്റിറ്റി ഉള്ളതെന്ന് പറയാമോ സലീമ? 2x by 1 plus x square formula, any identities we have? Sin 2x. Sin 2x is equal to 2 tan x by 1 plus tan square x. 2 tan x by 1 plus tan square x. ആ ഐഡന്റിറ്റിയുടെ ഫോമുല നിങ്ങൾ കിടക്കുന്നത് നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും അവിടെ ഒന്ന് പറഞ്ഞേ അന്ന. tan തീറ്റയ്ക്ക് x കൊടുക്കാം. x is equal to tan theta എന്ന് കൊടുക്കാം. അപ്പോൾ x is equal tan theta. അപ്പോ d theta by dx sec square theta വരും. dx is equal to നമുക്ക് താഴെ dx is equal to 6 square theta d theta എന്ന് വരും. 6 square theta d theta. So integral sin inverse 2x by 1 plus x square x by 1 plus x square എന്ന് പറയുന്ന ആള് integral sin inverse 2x ന് പകരം 2 tan theta by 1 plus tan square dx ന് പകരം 6 square theta d theta. Integral sin inverse 2 tan theta by 1 plus tan square theta ആവണി 2 tan theta by 1 plus tan square theta 2 sin theta. 2 sin theta അല്ലല്ലോ ഒന്നുകൂടെ 2 sin theta ആണോ? Two tan theta by 1 plus tan square theta. Sin 2 theta. Sin 2 theta. Sin inverse sin 2 theta into 6 square theta d theta. Sin inverse sin cancel ആയപ്പോൾ നമുക്ക് ബാക്കി 2 theta into 6 square theta d theta എന്ന് വരും. 2 നെ കോമൺ ആയിട്ട് വെളിയിലേക്ക് ഇട്ടാൽ 2 into integral theta 6 square theta എന്നാണ് വരിക. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ലിമിറ്റ് മാറ്റാടോ. ലിമിറ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. x equal to 0 ആണെങ്കിൽ തീറ്റയുടെ റേഞ്ച് എങ്ങനെയാണ് വരിക? ചെയ്ത വേഗം ലിമിറ്റ് മാറ്റുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് എക്സിന്റെ ചേഞ്ചിനനുസരിച്ച് തീറ്റയ്ക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇതെന്താ ഉടനെ ചോദിക്കണേ. കംപ്ലീറ്റ് ചെയ്ത് പോകണം കേട്ടോ. 5, 6, 7, 8 ചെയ്ത് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യും. സിക്സ് ടു 1 ഒക്കെ ചിലപ്പോൾ ഒത്തിരി ടൈം എടുക്കും. ലിമിറ്റ് ചേഞ്ച് ചെയ്തോ? ലിമിറ്റ് മെഹറിൻ എങ്ങനെയാവുന്ന ലിമിറ്റ്? x 0 ആവുമ്പോൾ തീറ്റ is equal to 0. ഓക്കെ. പിന്നെ x equal to 1 തീറ്റ is equal to pi by 4. തീറ്റ equal to pi by 4. ശ്രദ്ധിക്കണം കേട്ടോ. x 0 ആയാൽ x ന്റെ വാല്യൂ 0 ആയാൽ if x is equal to 0 തീറ്റ equal to tan inverse x ആണ്.
x equal tan theta ആകുമ്പോൾ തീറ്റ tan inverse x ആണ്. tan inverse 0 0 ആണ്. ഈ എക്സിന്റെ അടുത്ത അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ തീറ്റ ഈക്വൽ tan inverse 1 എന്ന് വരും. tan inverse 1 is pi by 2. So if x varies from 0 to 1, തീറ്റയിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ 0 to pi by 4. ലിമിറ്റ് വെയിറ്റ് ഈസ്. ഇപ്പൊ നമ്മൾ ഈ ഫൈനൽ എത്തിയിരിക്കുന്ന ആളെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക സോലിയ? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ആരാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ആരാണ് സെക്കൻഡ് ഫംഗ്ഷൻ, എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം വെച്ചത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്താലും മതി കേട്ടോ, നിങ്ങളുടെ ചോയ്സ് ആണ്. എനിവേ ഇന്റഗ്രൽ theta 6 square theta d theta സെപ്പറേറ്റ് വേണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആരാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ, ആരാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞേ? നബീലെ, മുഹമ്മദ് നബീൽ. ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ആരെയൊക്കെ ചൂസ് ചെയ്യണം? സർ തീറ്റ ഫസ്റ്റ് 6 സ്ക്വയർ തീറ്റ സെക്കൻഡ്. First function into integral of second minus integral of derivative of the first function into integral of the second function. Integration complete and you have 1 more minute max. Thirty seconds more to complete. Basima integration complete ആയോ? എത്ര വന്നു പറഞ്ഞേ? 2 of theta tan theta minus log mod sec theta. Absolutely. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ log mod sec theta പ്ലസ് log mod sec theta കുഴപ്പമില്ല. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ this is equal to theta into integral 6 square എന്ന് പറഞ്ഞ tan theta ആണ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ. ഡെറിവേറ്റീവ് ഓഫ് തീറ്റ 1 ആവും. ഡെറിവേറ്റീവ് ഓഫ് 6 സ്ക്വയർ എന്ന് പറഞ്ഞ ടാൻ ആണ്. അപ്പൊ തീറ്റ ടാൻ തീറ്റ മൈനസ് ഇന്റഗ്രൽ ഓഫ് ടാൻ എന്തായിരുന്നു? ബാസിം ഒന്നുകൂടെ പറയും. ഇന്റഗ്രൽ ഓഫ് ടാൻ Log mod sec theta. ലോഗ് മോഡ് സീക്ക് ആണോ ലോഗ് മോഡ് കോസ് ആണോ? ഇന്റഗ്രൽ ഓഫ് ടാൻ ഒന്ന് കുറച്ച് നോക്കി. Sec theta എന്ന് എഴുതി. ഇന്റഗ്രൽ ടാൻ തീറ്റ ഈക്വൽ ടു ഉറപ്പാണോ? കുഴപ്പമില്ല. ലോഗ് മോഡ് സീക്ക് ആണോ എവരിവൺ? ഓക്കെ, അപ്പൊ ലോഗ് മോഡ് സീക്ക് ലോഗ് മോഡ് സീക്ക് എന്നുകൂടി നമ്മുടെ ഇന്റഗ്രൽ. അപ്പോ ഇന്റഗ്രൽ ലിമിറ്റ് കൊടുത്താൽ 2 into integral 0 to pi by 4 theta 6 square theta d theta equal to 2 into theta tan theta minus log mod sec theta
വിത്തിൻ ദ ലിമിറ്റ് 0 to pi by. ലിമിറ്റ് അപ്ലൈ ചെയ്തോ, കണ്ടുപിടിച്ചോ, 2 മിനിറ്റ് മാക്സിമം ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ. പിന്നെ അവിടെ ഒരു മിനിറ്റ് കേട്ടോ, ശ്രദ്ധിച്ച് വാല്യൂ സിംപ്ലിഫൈ ആണേ. 2 into അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോ pi by 4 tan pi by log mod sec pi by മൈനസ് എല്ലാം പറഞ്ഞോടാ. ലോഗ് മോഡ് സീക്ക് ആണോ കോസ് ആണോ? ലോഗ് മോഡ് സീക്ക്, ടാൻഡ് ഇന്റഗ്രൽ ലോഗ് മോഡ് സീക്ക്. ഒന്നെങ്കിൽ മൈനസ് ലോഗ് കോസ് എന്നാണ്, അല്ലെങ്കിൽ ലോഗ് സീക്ക് എന്നാണ്. 0 tan 0 മൈനസ് ലോഗ് മോഡ് സീക്ക് 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹാഫ് ഇസ് ഫൈനൽ ആൻസർ എന്താ കിട്ടി? pi by 2 മൈനസ് ലോഗ് മോഡ് 2 അല്ലോ, റൂട്ട് 2 അല്ലേ സീക്ക് pi by 4 വരിക. കട്ടാവാനുണ്ടോ? എനിക്കെല്ലാം ഫസ്റ്റ് കേസ് ആയിട്ടാ പറയുന്നുള്ളൂ, ലാസ്റ്റ് കട്ടാവാന്ന് എനിക്ക് അറിയില്ല. pi by 4 വരുമ്പോ ലോഗിന്റെ റൂട്ട് 2 അല്ലേ, അവസാനം ചിലപ്പോ കട്ടാവുന്ന എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ സ്റ്റാർട്ടിംഗ് കേസാ പറഞ്ഞേ. റൂട്ട് അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ബ്രാക്കറ്റില് 0 into tan 0 കട്ടായി പോക്കോളും. ലോഗ് മോഡ് സീക്ക് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ശിവകാന്ത് ഒരു സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into ഫസ്റ്റ് ബ്രാക്കറ്റിൽ pi by 4 മൈനസ് ലോഗ് റൂട്ട് 2. സെക്കൻഡ് ബ്രാക്കറ്റില് മൈനസ് 0 മൈൻഡ് ചെയ്യേണ്ട, ലോഗ് 1 ഉം 0 ആണ്. ബ്രാക്കറ്റ് മൊത്തത്തിൽ കട്ടായി 2 into pi by 4 മൈനസ് 2 into ലോഗ് റൂട്ട്. pi by 2 മൈനസ് 2 ലോഗ് റൂട്ട് 2 എന്നായിരിക്കും ഫൈനൽ. pi by 2 മൈനസ് 2 ലോഗ്. ചെക്ക് ചെയ്യണേ. ശിവാന്ത പറഞ്ഞു. സർ എനിക്ക് 2 ലോഗ് റൂട്ട് 2 നമുക്ക് ലോഗ് റൂട്ട് 2 സ്ക്വയർ അങ്ങനെ നമുക്ക് എത്തിക്കാം. ബാക്കിൽ ആൻസർ ചെക്ക് ചെയ്ത് നോക്കി എന്താ വന്നേക്കുന്നത്. ലാസ്റ്റ് ആൻസർ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കില് ഫാത്തിമ ഷിറീൻ എന്താ ലാസ്റ്റ് ആൻസർ? ഇതില്ല pi by 2. എനിക്ക് pi by 2 minus 2 log 1 by root 2 എന്ന് കിട്ടി. pi by 2 minus 2 log 1 by root 2 ആയിരിക്കില്ല, pi by 2 plus 2 log 1 by root 2. അത് കറക്റ്റാ. കാരണം കോസ് അല്ലേ എടുത്തേ, പ്രശ്നമില്ല. അത് നമ്മൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായത് log 1 by a is equal to minus log a ആണ്. അതായത് log 1 by a നമുക്ക് log 1 minus log a എന്ന് എഴുതാമല്ലോ. log 1 0 ആയിട്ട് വെച്ചിട്ട് മൈനസ് log a എന്ന്. ആ ഒരു ഐഡിയയില് log 1 by root 2 എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് log root 2.
that's it, no problems. പറ ശരി. Pi by 2 pi by 2 minus log 2 എന്ന് കൊടുത്തേക്കുന്നത്. pi by 2 minus log 2 എന്നാണ് കൊടുത്തേക്കുന്നത് ബാക്കിൽ. നമുക്ക് കിട്ടിയത് pi by 2 minus 2 log root 2. അങ്ങനെ ശരിയാവുക എന്ന് പറയാവോ? എങ്ങനെ ശരിയാവുക ഈ രണ്ടെണ്ണം എന്നുള്ളത്? സബീല ഒന്ന് പറയാവോ? ബാക്കിൽ ആൻസർ pi by 2 minus log 2 എന്നാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് pi by 2 minus 2 log root 2 എന്നാണ്. ഈ ആൻസർ എനിക്ക് കിട്ടിയത് ഏതാ? ആൻസർ എനിക്ക് കിട്ടിയത്. ആ അതാണ് നമുക്കിപ്പോ നിലവിൽ കിട്ടിയേക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് pi by 2 minus log 2 എന്നാണ്. ഒരിക്കലും മാത്തമാറ്റിക്സിൽ ഒരേ ക്വസ്റ്റ്യൻ രണ്ട് ആൻസർ വരില്ലല്ലോ. അത് നമ്മൾ എങ്ങനെ ഹൗ വി എഡ്വിൻ എന്ന് പറയാമോ? ഹൗ വി ക്യാൻ? അറിയില്ല. ചെറിയൊരു പണിയേ ഉള്ളൂ, ചെറിയൊരു പണി, സ്മോൾ ടാസ്ക്. ഏതു എനി ഐഡിയ? സർ ആ ശരി. 2 പുറത്തേക്ക് എടുത്തോ? ഏത് 2 മോളെ? ഇത് നമുക്ക് നിലവിൽ കിട്ടിയേക്കുന്നതാണ്. നിലവിൽ നമ്മൾ ചെയ്ത് വന്നപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് pi by 2 minus 2 log root 2. ടെക്സ്റ്റിൽ കിടക്കുന്നത് pi by 2 minus log 2 ആണ്. pi by 2 is okay. നമുക്ക് കിട്ടിയത് 2 log root 2, ടെക്സ്റ്റ് ബുക്കിലുള്ള log 2. അത് രണ്ടും എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന നമുക്കറിയാം. കിട്ടില്ല. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് വേറെ ഓപ്ഷൻ ഉണ്ട്. there is. അന്ന ഇപ്പൊ log a raised to x എന്ന് വെച്ചാൽ x log a അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ 2 root 2 raised to 2 ആവും. നമുക്ക് ആ പവർ നേരെ കൊടുക്കാം. 2 log root 2 എന്ന് പറയുന്ന ആളെ we can write log root 2 square. log a raised to x equal to x log a ആണ്. നമുക്ക് ഈ 2 നെ നേരെ പവർ ആക്കി കൊടുക്കാം. So it becomes pi by 2 minus log root 2 square. log root 2 square. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ pi by 2 minus log 2 ലോഗിന്റെ പ്രോപ്പർട്ടി ആട്ടോ. ഇപ്പൊ നമ്മൾ ആദ്യം എഴുതിയാലും മാർക്ക് കിട്ടും? ഒരു കുഴപ്പമില്ല, കാരണം MCQ അല്ലല്ലോ. ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാന്നുള്ള ടാസ്ക് നമുക്കില്ല. നമ്മൾ സിംപ്ലിഫൈ അറ്റൻഡ് ചെയ്ത് നല്ലതാണ്. നമ്മൾ നിർബന്ധമാണ്. കംപ്ലീറ്റ് ആംഗിൾ വേഗം അടുത്തേക്ക് പോകണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 5. ട്രിഗ്നോമെട്രി വലിയ കാര്യമായ ട്രിഗ്നോമെട്രിക് റിസൾട്ട് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. മൂന്ന് മിനിറ്റ് മാക്സിമം കേട്ടോ. 3 minute മാക്സിമം. ഫിഫ്ത്ത് അല്ലേ? ഫിഫ്ത്ത് വൺ. Integral sin x divided by 1 plus cos square x. Zero to pi by 2 sin x by 1 plus cos square x. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. 2 മിനിറ്റോടെ മാക്സിമം ഇന്റഗ്രേറ്റ് ചെയ്യാം. സ്പീഡാവണം ഇന്റഗ്രേഷൻ.
Integration complete ഒരു മിനിറ്റ്. Question number 5 in integration complete haven you have one more minute. കേട്ടോ. Thirty seconds more to complete the integration. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം മെത്തേഡ് എന്ന് പറഞ്ഞ സാറെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനില് ടി ഈസ് ഈക്വൽ ടു കോസ് എക്സ് എടുക്കാം. ഓക്കെ, നമ്മള് അപ്പൊ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. dt equal to minus sin x dx വരും. ശരി, എന്നിട്ട് നമ്മള് പിന്നെ എക്സ് പൈ ബൈ ടു വരുമ്പോ ടി 0 എന്ന് വരും. എക്സ് ഈക്വൽ ടു 0 വരുമ്പോ ടി 1 വരും. കുഴപ്പമില്ല, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. t equal to cos x എന്ന് എടുക്കാം. So that we get dt is equal to minus sin x dx. So minus dt is equal to sin x dx. And we can change the limit if t is equal to 0, sorry, x is equal to 0. X is equal to 0 means t equal to cos 0. 1 will. X equal to pi by 2 means t equal to cos pi by 2. That is equal to 0. So our integration totally हम किंग ना मात्रा integral 0 to pi by 2 sin x divided by 1 plus cos square x dx will become integral 1 to 0. Limit കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 1 to 0 എന്നാ വരും. 1 to 0. 0 to 1 അല്ല, 1 to 0. sin x dx ന് പകരം minus dt, denominator 1 plus t square. Negative bracket പുറത്തേക്ക് എടുത്താൽ integral 0 to 1, sorry 1 to 0 dt by 1 plus t square. മൈനസ് കോമൺ ആയിട്ട് പുറത്തിടുക, ഇന്റഗ്രൽ എന്താണെന്ന് എഴുതുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. 2 മിനിറ്റ് ഒക്കെ മാക്സിമം മതിയായിരിക്കും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. അതുപോലെ വേണ്ടി തോന്നുന്നില്ല. അതൊരു 6 to 1 ചെയ്യണേ കംപ്ലീറ്റ് ആയവര്. ചോദിച്ചോ ഹാഫിസ്? ലിമിറ്റ് എങ്ങനെയാ തിരിഞ്ഞു? ലിമിറ്റ് മാറിയത് ലിമിറ്റ് നമ്മൾ ഇത്രേ ഉള്ളൂ. എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അത് കൊടുക്കുമ്പോ ടിക്ക് എന്താ കിട്ടുക? cos 0. cos 0 1 അല്ലേ? അതുപോലെ എക്സിന്റെ അപ്പർ ലിമിറ്റ് പൈ ബൈ 2. ഇതിന്റെ ഇന്റഗ്രൽ എന്താ ഐസ ഫാത്തിമ? റിഗാർഡിംഗ് ദി ഇന്റഗ്രൽ ഓഫ് ദിസ് വൺ dt by 1 plus t square. ഐസ കേൾക്കുന്നില്ല. നബ്രാസ് dt by 1 plus t square. Tan integral Ashna mole dt by 1 plus t square. Tan inverse. Absolutely, tan inverse t. Tan inverse
നെഗറ്റീവ് പുറത്തുനിന്നുള്ള മറന്നു പോകരുതേ. tan inverse 1 minus tan inverse 0. ഇത് tan inverse 1 ന്റെ വാല്യൂ, tan inverse 1 എഡ്വിൻ. ഞാൻ കൊടുത്തപ്പോ വീണ്ടും തിരിഞ്ഞു പോയല്ലേ. എഡ്വിൻ പറയണ tan inverse 1 ന്റെ വാല്യൂ ആ tan inverse 1 1 pi by 4 tan inverse 0 ആയോ? tan inverse 0 0 0 ആയോ? അപ്പൊ മൈനസ് 0 മൈനസ് pi by 4 എന്ന് വരും. pi by 4 വിളിക്കുന്നത് ഫൈൻഡ് ആൻസർ ആണോ? pi by 4 is to find out. 6 to 1. Completed mode to 6 to 1. Integral dx by x plus 4 minus x. X plus 4 minus x. സിംപ്ലിഫിക്കേഷനെ കുറിച്ച് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. 6 തുടങ്ങിയ എല്ലാവരും വേരി 1 സ്റ്റാർട്ട് ചെയ്തോ? എന്താണ് മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? 6 to 1 ന്റെ മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ. ശിവകാന്തേ, വാട്ട്സ് ദ മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് 6 to 1? ബൈ പാർട്സ് ചെയ്യാൻ പറ്റുമോ? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. പാർട്സ് ആണോ? പാർട്സ് ആണോ ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണോ ഉദ്ദേശിച്ചത്? x square minus n. ക്ലിയർ ആയോ? ഏത് ഫോമിലേക്കാ? a minus x square. a minus x square ക്ലിയർ ആയില്ല. ഏത് ടൈപ്പിലാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ അഡ്രസ് ചെയ്യുന്നത്? സാറെങ്കിൽ ഏത് ടൈപ്പാണ് നമ്മൾ അഡ്രസ് ചെയ്യാം? ഇത് താഴെ മറ്റേ ആദ്യമേ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിക്കണം. ഏത് സ്റ്റാൻഡേർഡ് ഫോമിലേക്കാ? മറ്റേ x സ്ക്വയർ മൈനസ് x മൈനസ് 4 കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡിൽ നമ്മൾ എത്തിക്കും. ആദ്യം ചെയ്യേണ്ട പണി അതാണ്. ഓക്കെ ഫൈൻ. സ്പ്ലിറ്റിംഗ് സംഭവം. അപ്പൊ നമ്മൾ ഈ ഒരു കാറ്റഗറി വരുമ്പോൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് സ്ക്വയറിന്റെ കൂടെ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. പറഞ്ഞോ? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഏതാ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്ന? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വരും. അത് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആവും. സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വരും. ഇത് നമ്മള് കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡിലൊക്കെ ചെയ്യാൻ നേരത്തെ എന്താ ശ്രദ്ധിക്കണ്ടേ ഒന്ന് പറയാമോ എലാൻ? കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഹാഫിന്റെ സ്ക്വയർ എടുക്കണം. ഹാഫിന്റെ സ്ക്വയർ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പണി ചെയ്യണല്ലോ. എനിക്ക് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ടല്ലോ. അതാണ് ഈ എക്സ് പ്ലസ് 4 മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ചെയ്യായിരിക്കും എളുപ്പം. എന്താ കിട്ടുന്ന ആളെ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ടാൽ മതി. എക്സ് സ്ക്വയറിന് കൂടെ നെഗറ്റീവ് വരുമ്പോൾ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ടു കൺവേർട്ട് ഇൻ ദ സ്റ്റാൻഡേർഡ്. ലാമിയ ആൻസർ കിട്ടിയോ? ലാമിയ ഇല്ല സാർ. ചിരിച്ചുകൊണ്ടിരിക്കുക അവിടെ. വേഗാവട്ടെ. ഇവിടെ നമ്മൾ ഏത് ടേം ആണ് ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുന്നു? ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യുന്ന ടൈം ഏതാ?
യദു കൃഷ്ണൻ. കേൾക്കുന്നില്ലടാ ഇത്. ശിവകാന്ത് നമ്മൾ എന്താ ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യണ്ടേ? ശിവകാന്ത് 2 എടുത്തു. 2 അല്ല. എന്താ നമ്മൾ ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? Faizeh, what we have to add and subtract? 3 അല്ലേ? Fatima Shirin. Sir, എന്താ question? നമ്മൾ ഇവിടെ എന്താണ് ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? Completing the square chain, what we have to add and subtract? 1/4 വെച്ചിട്ടല്ലേ? 1/4. X ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അതിന്റെ ഹാഫ് 1/2 സ്ക്വയർ. ഇതാണ് നമ്മൾ ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യുന്നത്. That is equal to x. ഈ കാണുന്ന ടേം നമുക്ക് x minus 1/2 the whole square എന്ന് എഴുതാം. റിമൈനിങ് വരുന്നത് മൈനസ് വേണമെങ്കിൽ കോമൺ എടുത്താൽ 1/4 plus 4 എന്നാണ്. 1/4 plus 4. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x minus 1/2 the whole square minus 17/4. ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റിയാൽ x minus 1/2 the whole square minus √17/2 the whole square. അവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന x plus 4 minus x square എന്ന് വരുമ്പോ ഇതെങ്ങനെ തിരിയുന്നു പറഞ്ഞേ? x plus 4 minus x square ആവുമ്പോ സ്വാലിഹ 17/2 the whole square minus 6 minus 1/2 √17/2 the whole square minus x minus 1/2 the whole square എന്നുമാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഇന്റഗ്രൽ 0 to 2 dx divided by x plus 4 minus x square will become integral 0 to 2 dx divided by √17/2 the whole square minus x minus 1/2 the whole square. നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ് കിട്ടും. പക്ഷെ ക്വസ്റ്റ്യനിൽ അത് എടുത്ത് പറഞ്ഞേക്കുന്നത് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രം ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8 അപ്ലൈ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ചില അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഏത് സ്റ്റാൻഡേർഡ് ഫോമിലൊക്കെ എത്തിയേക്കുന്ന അതിന് dx by a square minus x square. dx by a square minus x square പാറ്റേൺ ആണ് കിട്ടുന്നുണ്ടോ? ചെയ്ത വേഗം എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഇവിടെ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ മെഹ്റെ. നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ലെറ്റ് മെഹ്റെ ഓപ്ഷൻ കിട്ടിയില്ല. T equal to സിമ്പിൾ സംഭവം ഉണ്ടല്ലോ കൊടുക്കാൻ പറ്റിയേ. നബീലെ മുഹമ്മദ് നബീൽ കിട്ടിയില്ല സാർ. ആലോചിച്ച് നോക്കി. ശിവകാന്ത് സർ x minus 1/2 ആണോ? T equal to x minus 1/2. അപ്പൊ dt equal to dx എന്ന് കിട്ടും. ലിമിറ്റ് മാറും. x 0 ആയാൽ t യുടെ വാല്യൂ -1/2 വരും. x 1 ആയാൽ 2 ആയാൽ t യുടെ വാല്യൂ 2 minus 1/2 3/2. മൊത്തത്തിൽ ഇന്റഗ്രേഷൻ
0 to 2 dx by root 17 by 2 the whole square minus x minus 1 by 2 the whole square will become integral negative 1 by 2 to 3 by 2 dt divided by root 17 by 2 the whole square minus t square. Integrate ചെയ്യാ ലിമിറ്റ് കൊടുക്കുക സോൾവ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്താ വന്നേ? ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഉള്ളത് ഹലീമ എന്ന് പറഞ്ഞേ. ഇന്റഗ്രലിന്റെ വാല്യൂ എന്താ? 1 by root 17 log mod root 17 plus 2t by root 17 minus 2t. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം 1 by 2a log mod 1 by 2a log mod x plus a plus x by a minus x അല്ലേ? 1 by 2a log mod a plus x by a minus x ഫോം. അപ്പൊ 1 by 2 a യുടെ വാല്യൂ റൂട്ട് 17 by 2. 1 by 2a log mod a plus x ന് പകരം t divided by a minus x. ചെറിയ സിംപ്ലിഫിക്കേഷന് ശേഷം വാല്യൂ കൊടുത്താലും മതി കേട്ടോ. ലിമിറ്റ് നെഗറ്റീവ് 1 by 2 to 3 by 2. അപ്പോൾ 1 by 2 കട്ടായി പോവും. റൂട്ട് 17 ലോഗ് മോഡ് root 17 plus 2t divided by 2 divided by root 17 minus 2t divided by 2. Divide by 2 നമുക്ക് കട്ട് ചെയ്യാം. 1 by root 17 നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. So we get 1 by root 17 into log mod root 17 plus 2t divided by root 17 minus 2. Limit apply. Again. Limit കൊടുക്കുക, ലോഗ് ലിമിറ്റ് കൊടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം. വാല്യൂ കൊടുക്കാനുള്ള പണിയേ ഉള്ളൂ. ലോഗിന്റെ പ്രോപ്പർട്ടി ആണ്. Values വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ അതെ 1 by root 17 log
17 plus 2 into 3 by 2. 17 minus 2 into 3 by 2. Negative 1 by 2. 17 minus 2 into negative 1. 1 by root 17. Root 17 plus 3 by root 17 minus 3 minus root 17 minus 1 divided by root 17 plus 2. ആണോ എങ്ങനെയൊക്കെയാണ് വന്നേ? ഇവിടെ നമ്മൾ log a minus log b യുടെ സിംപ്ലിഫൈ എങ്കിലേ ഫൈനൽ ആൻസർ ഒരു മിനിറ്റ് കേട്ടോ. log a minus log b നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. Thirty seconds more. ശ്രദ്ധിച്ച് മൾട്ടിപ്ലൈ ചെയ്യണേ. ഫൈനലിലേക്ക് എത്തിയത് ആരെങ്കിലും ഉണ്ടോ? ഇനി കംപ്ലീറ്റ് ആയവർ ഹാൻഡ് റൈസ് ചെയ്ത് കംപ്ലീറ്റ് ആയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കേട്ടില്ല. എന്താ ലോഗിന്റെ ഉള്ളിൽ വന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോ മ്യൂട്ടാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ആൻസർ അല്ല എനിക്ക് കിട്ടിയ. അത് പോട്ടെ, അത് മൈൻഡ് ചെയ്യണ്ട. എന്താ കിട്ടി? 1 by root 17 log 5 plus root 17 divided by 5 minus root 17. 5 plus root 17 by 5 minus root 17 കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് എത്തിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. ബിക്കോസ് ഡിനോമിനേറ്ററിൽ റൂട്ട് അല്ലേ കിടക്കും. റാഷണലൈസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ അത് സിംപ്ലിഫൈഡ് ആവുക. നമ്മൾ ചെയ്യുമ്പോൾ ലോഗ് root 17 plus 3 by log a minus log b ആണത് log a by b ആണ്. root 17 plus 3 divided by root 17 minus 3 the whole divided by root 17 minus 1 divided by root 17 plus 1. റെസിപ്രോക്കൽ എടുക്കണം. 1 by root 17 log root 17 plus 3 divided by root 17 minus 3 into root 17 plus 1 divided by root 17 minus 1. Term by term multiply ചെയ്യണം. 1 by root 17 log term by term multiply ചെയ്യുമ്പോൾ root 17 into root 17 17 വരും, plus root 17 വരും, plus 3 root 17 വരും, plus 3 ന്യൂമറേറ്റർ. ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സിംപ്ലിഫൈ root 17 വരും, minus root 17 minus 3 root 17 plus 3. That can be written as 1 by root 17 into log 17 plus 3 ഉണ്ട്. 17 plus 3 നമുക്ക് ഒറ്റയടിക്ക് 20 എന്ന് മാറ്റാം. 20 ന്യൂമറേറ്ററിൽ പ്ലസ് 4 root 17 വരും, ഡിനോമിനേറ്ററിൽ 20 മൈനസ് 4 root 17 വരും. രണ്ടുപേര് നമുക്ക് വേണമെങ്കിൽ ഒരു 4നെ കോമൺ എടുത്താൽ log 4 into
5 plus root 17 divided by 4 into 5 minus root 17. 4 4 cut ചെയ്ത് കളഞ്ഞാൽ 1 by root 17 log 5 plus root 17 by 5 minus root 17 നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതല്ല എന്നെ കിട്ടിയത്. ഇതിനെ പിന്നെ വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ വഴിയൊക്കെ ഉണ്ട്. ഡിനോമിനേറ്റർ വീണ്ടും റാഷണലൈസ് ചെയ്യും. ഡിനോമിനേറ്റർ കോൺജുഗേറ്റ് എടുക്കുക, മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലെ റൂട്ട് ഒഴിവായി കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം 21 plus 5 root 17 by 4 എന്ന് കിട്ടും കേട്ടോ. ആ ഒരു സിംപ്ലിഫിക്കേഷൻ ബോർഡിൽ ഇപ്പൊ ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല. നോ നീഡ് ടു വേസ്റ്റ് ദ ടൈം. കിട്ടാൻ പോകുന്നത് ലോഗ് 21 plus 5 root 17 divided by 4 എന്നാണ്. അവസാനം കിട്ടുക. ടൈം കളയണ്ട, സംഗതി ക്ലിയർ ആണ്. നോ നീഡ് ടു വേസ്റ്റ് ടൈം ബിഹൈൻഡ്. 7th വണ്ണിലേക്ക് കയറണേ. Seven question. ഇത് മതിയോടെ? ഓക്കെ. ഡൗട്ട് നിങ്ങൾ ചോദിക്കണം കേട്ടോ, മിണ്ടാതിരിക്കില്ല കേട്ടോ. Question number 7, integral negative 1 to 1 dx by x square plus 2x plus 5. You have maximum 3 minutes for the integration. No, 2 minutes for the integration. The whole integration. ഇവിടെ എങ്ങനെയാ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞേ ബാസ്മ? എങ്ങനെയാ വരിക? ഡിനോമിനേറ്റർ കോഎഫിഷ്യന്റിന്റെ ഹാഫ് സ്ക്വയർ ചെയ്ത് അതൊക്കെ ചെയ്തതിനപ്പോ എന്ത് വന്നു അവസാനം? x plus 1 whole square minus 4. x plus 1 the whole square minus 4 അല്ലെങ്കിൽ x plus 1 whole square minus 2 square. Fine. ശരി, ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഇതുവരെ ചെയ്ത് പോട്ടോ. x square plus 2x plus 1 square minus 1 square plus 5. നമുക്ക് ആദ്യം x plus 1 the whole square എന്ന് എഴുതാം. minus 1 plus 5 എന്ന് പറഞ്ഞാൽ അത് plus 4. plus 4 അല്ലേ ബാസ്മ വരിക? മൈനസ് അല്ലല്ലോ. plus 4. x plus 1 the whole square plus 2 square. So integral negative 1 to 1 dx by ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. negative 1 to 1 dx by x plus 1 the whole square plus 2 square. Substitution എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞേ? Substitution ആവണി. t is equal to x plus 1.
t equal to x plus 1 കൊടുക്കുക. അപ്പൊ dt equal to എന്ത് കിട്ടും? dt is equal to dx എന്ന് കിട്ടി. ഓക്കെ, ലിമിറ്റോ? ലിമിറ്റ് ഇന്റഗ്രൽ dt divided by t square plus 2 square. ലിമിറ്റ് എന്താ വരിക? ലിമിറ്റ് ഒരെണ്ണം 0ഉം ഒരെണ്ണം 2. അപ്പർ ലിമിറ്റ് നമുക്ക് 2 കിട്ടും, ലോവർ ലിമിറ്റ് 0. ടോട്ടൽ ഇന്റഗ്രേഷൻ 0 to 2 dt divided by t square plus 2 square. അത് ആലോചിച്ച് നോക്കുക, നേരെ ഇന്റഗ്രേറ്റ് ചെയ്യുക, വാല്യൂ കൊടുക്കുക. ഇത് ഏത് ഇന്റഗ്രലിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത് മിലൻ? ഒക്കെ 7th ആണോ? 7 to 7 to 1. 7 to 1 മറ്റേ x square plus dx by x square plus a square. dx divided by x square plus a square form. അതേതാ? 1 by a tan inverse x by a. 1 by tan inverse x by a. വേഗം ചെയ്തേ. one by a tan inverse x by a അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 1 by 2 tan inverse t by ലിമിറ്റ് 0 to 2. 1 by 2 നെ പുറത്തേക്ക് ഇട്ടാൽ tan inverse t by 2 within the limit 0 to 2. So we get 1 by 2 tan inverse 2 by 2 minus tan inverse 0 by 2. Final answer എത്രയാ വന്നേ? സബീലെ final answer 5 by 8. 5 by 8. Correct. Tan inverse 1 minus tan inverse 0. 5 by 4 minus 0 is equal to 5 by 8. So final answer. ഇത്തിരി ഇനിയിപ്പോ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് 8th one മാത്രമേ നോക്കിയിട്ടോ. 9th ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ തൽക്കാലം മൈൻഡ് ചെയ്യുന്നില്ല. 10th ഒക്കെ വളരെ സിമ്പിൾ കേസ്. 8th one നമുക്ക് കുറച്ചെങ്കിലും ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 8th one ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചൊന്ന് കേൾക്കട്ടെ സോലിഹ, എൻ്റെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഡൗട്ട് ഉണ്ട്. ഇന്റഗ്രൽ 1 by x minus 1 by 2x square into e raised to 2x dx. അത് ഇങ്ങനെയാണോ നോക്കിയേ? 1 by 2x സ്ക്വയർ ഇങ്ങനെയാണോ എടുക്കുന്നത്? ഫസ്റ്റ് ടേം ഇതല്ല 1 by x അല്ല, minus ഫസ്റ്റ് ടൈം 1 by x, സെക്കൻഡ് ടൈം 1 by 2x സ്ക്വയർ ഇങ്ങനെയാണോ? ഞാൻ ബോർഡിൽ എഴുതും പോലെയാണോ? അതൊന്ന് തിരുത്തണം കേട്ടോ ക്വസ്റ്റ്യനിൽ. 1 by 2x the whole square എന്നാണേ. 1 by 2x the whole square എന്ന് ചേഞ്ച് ചെയ്യണോ? അതാ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കൂടെ ഉള്ളത് e raised to 2x അല്ലേ? ഇൻറ്റു e raised to 2x അല്ലേ? ഓക്കെ. Four minute maximum for integration.
എവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാന്ന് ചിന്തിച്ചു. സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് 30 സെക്കൻഡോടെ മാക്സിമം. സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് കിട്ടിയോ സാന്ദ്ര? സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ t is equals to 2x എന്ന് വെച്ച് ചെയ്തു. t equal to 2x എടുക്കും. ശരി, നമുക്ക് നോക്കാം. t equal to 2x എടുക്കുമ്പോൾ dt is equal to 2dx എന്ന് വരും. dt by 2 equal to dx എന്ന് വരും. ലിമിറ്റ് നമുക്ക് കൈയോടെ ചേഞ്ച് ചെയ്ത് പോവാം. x equal to 1 ആണെങ്കിൽ t equal to 2 എന്ന് കിട്ടും. x equal to 2 ആണെങ്കിൽ t equal to 4 എന്ന് കിട്ടും അല്ലേ? നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദിസ് ബിക്കംസ് ഇന്റഗ്രൽ 2 to 4 1 by x-ന് പകരം നമ്മൾ അപ്പോൾ എന്ത് കൊടുക്കും സാന്ദ്ര? x-ന് പകരം t by 2 എടുക്കാൻ പാടില്ല. t by 2 എന്ന് കൊടുക്കാം. കാരണം t equal to 2x ആകുമ്പോൾ x equal to t by 2 ആണ്. മൈനസ് 1 by 2x-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ t സ്ക്വയർ. e raised to 2x-ന് പകരം t കൊടുക്കാം, dx-ന് പകരം dt by 2 കൊടുക്കാം. നമുക്കിപ്പോൾ 1 by 2-നെ പുറത്തേക്ക് dt by 2-നെ 1 by 2 പുറത്തേക്ക് എഴുതാം. 2 by t ഒന്നാമത്തെ 2 by t ആവും. മൈനസ് 1 by t സ്ക്വയർ വരും. e raised to t dt വരും. ഇനി നമ്മൾ എങ്ങനെ ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യും? How we can integrate this function? One second, 2 seconds, right? 1 by x minus 1 by x. സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഒരു ക്വസ്റ്റ്യൻ 2x സ്കോർ എന്ന് തന്നെ കൊടുത്താൽ മതി കേട്ടോ. മൈ മിസ്റ്റേക്ക്. 2x സ്കോർ എന്ന് കൊടുത്താൽ മതി. ഹോൾ സ്കോർ കൊടുക്കണ്ട. 2x സ്കോർ തന്നെ കൊടുത്താൽ മതി. ഇതിൽ ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ പോകുന്ന വഴി നമ്മൾ കുറച്ചധികം കറങ്ങും. x സ്കോർ കൊടുത്താൽ നമുക്ക് അതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ മതി. 2x സ്ക്വയറിനെ we can convert as 1 by x minus 2 by 2x the whole square. That's better. Question 2x square തന്നെ കൊടുത്താൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ 2x സ്ക്വയർ തന്നെ കൊടുത്താൽ മതി. 2 by 2x ഹോൾ സ്ക്വയർ കൊടുക്കുമ്പോൾ കട്ടായി പോയി 2x സ്ക്വയർ ഡിനോമിനേറ്ററിൽ വന്നു. e raised to 2x dx. That's better. ഇവൻ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഐഡിയ സ്ട്രൈക്ക് ചെയ്താൽ ഒരു 30 സെക്കൻഡിൽ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കിടന്ന് കാണാം. നമുക്ക് ഇവനെ ഒരു സ്റ്റെപ്പോടെ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ.
2നെ വേണമെങ്കിൽ 2 ഇവിടുന്ന് കോമൺ എടുത്താൽ ഇന്റഗ്രൽ 2 to 4 1 by t minus 1 by t square e raised to t dt. 2 കട്ടായി പോവും. ഇന്റഗ്രൽ 2 to 4 1 by t minus 1 by t square e raised to t dt. ഐഡിയ കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്ത് എനിവൺ. ഇതിനെങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള പിക്ചർ കിട്ടിയത് ആരെങ്കിലും? വരൂല. ഈ 1 by ടിയും മൈനസ് 1 by t സ്ക്വയർ നമ്മൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? Is there any connection between 1 by t and minus 1 by t square? Anyone, is there any connection between these two? Haneen? 1 by t derivative and minus 1 by t square. 1 by t ഡെറിവേറ്റീവ് ആണ് മൈനസ് 1 by t സ്ക്വയർ. അപ്പൊ നമ്മുടെ ഈ ബ്രാക്കറ്റ് കിടക്കുന്നത് എ ഫംഗ്ഷൻ പ്ലസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇറ്റ് ഇൻറ്റു e raised to t എന്നുള്ള ഫോം. ശരിയല്ലേ? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈസ് ദർ എനി സ്റ്റാൻഡേർഡ് റിലേഷൻ ഉണ്ടോ? മറിച്ച് നോക്കി ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? റിലേഷൻ ഉണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സിലൊക്കെ ഒന്ന് മറിച്ച് നോക്കി നമ്മൾ ഇങ്ങനെ വന്നാൽ e raised to x into f of x plus f dash x dx അതിന്റെ ഇന്റഗ്രൽ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? മറിച്ച് നോക്കി anyone നോക്കിട്ട് വേഗം പറഞ്ഞു. E raised to x e raised to x plus c. e raised to x into f of x dx സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇവന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ദിസ് വൺ ഈസ് ഈക്വൽ ടു e raised to x into f of x dx. നമുക്ക് നേരെ അപ്ലൈ ചെയ്യാം. This is equal to e raised to t ആണെങ്കിൽ e raised to t into f. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ this become e raised to t into 1 by t is the integral within the limit 2 to 2. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഈ വാല്യൂ കൊടുത്താൽ മതി. ഇതിനു മുന്നേ ഒരിക്കൽ പറഞ്ഞ കാര്യം ഒന്നോടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എത്രത്തോളം റിസൾട്ടുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്രത്തോളം എളുപ്പമായിരിക്കും സോൾവ് ചെയ്യുക. വാല്യൂ കൊടുക്കുക വേഗം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ e raised to t by t എന്ന് എഴുതാം കേട്ടോ. e raised to t into 1 by t Sir, ചോദിച്ചോ? ഇതിന്റെ ക്വസ്റ്റ്യനിൽ 1 by x minus 2 by 2x the whole square ആ? 1 by 2x square ആണ്. 1 by 2x square നമുക്ക് 2 by 2x the whole square എഴുതാം. കാരണം 2x ന്റെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 4x square വരും. മോളെ 2 ഉം 4 ഉം കൂടെ കട്ടാകുമ്പോൾ 2x square തന്നെ വരും. ഇവനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഒന്നുമില്ല, നേരെ വാല്യൂ കൊടുക്കുക. ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി ഒരു 30 സെക്കൻഡിന്റെ പണിയുള്ളൂ. കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്യാം. ഞാൻ അവിടെ നിൽക്കട്ടെ. 10 കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ വേഗം വാല്യൂ കൊടുത്തി നിങ്ങളെ. കൊണ്ട് തൽക്കാലം ചെയ്യണ്ട കേട്ടോ. ഹാഫിസ് ഫൈനൽ എന്നതാവുന്ന ഇവിടെ raised to 4 by 4 minus e raised to 2 by 2 മതി. നമുക്ക് ആകെ വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു e square by 2 വേണമെങ്കിൽ കോമൺ എടുത്താൽ ബ്രാക്കറ്റിനുള്ളിൽ e square by 2 minus 2. നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ നിർത്തിയാലും മതി. ചെയ്യാൻ കഴിയുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 10 വേഗം.
integral 0 to x t sin t. Integral 0 to x t sin t dt. Speed integrate. F of x ആണ് integral 0 to x t sin t. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f dash x എന്നാണ്. നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിനെ സിംപ്ലിഫൈ ചെയ്ത് എഫ് ഓഫ് എക്സിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം കണ്ടെത്താനുള്ള ഒന്നാമത്തെ ടാസ്ക്. ഇതാ കിട്ടുന്ന എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾ നേരെ ഡെറിവേറ്റീവ് എടുക്കാൻ പോയാൽ ചിലപ്പോൾ തെറ്റും. എഫ് ഓഫ് എക്സിനെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ നോർമൽ ഇന്റഗ്രേഷൻ വെച്ച് തന്നെ നമ്മൾ ചെയ്ത് അതിന്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. ഇതിന് ആൻസറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക? എഫ് ഓഫ് എക്സിനെ വാട്ട്സ് മെത്തേഡ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? ഇനി how to integrate the given function? Kerala. Integration by parts. Integration by parts. Are first function or second function? Ella. കേൾക്കുന്നില്ല മുഹമ്മദ് അലാൻ. കേൾക്കുന്നില്ലടാ. അൺമ്യൂട്ട് ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല. Unmute ആയിട്ടുണ്ട് but I can't hear what you're saying. First function second function ആരൊക്കെയാന്ന് പറയാ ലാമിയ? First function ആരാ? Second function ആരാ? t and sin t. First function ആരാ? t ആണോ sin t ആണോ? sin t. First function sin t നെ എടുക്കണ്ടേ? ഉറപ്പാണോ? ഇന്റഗ്രേഷൻ ബൈ പാർട്സിലെ റൂൾ എന്ന് പറഞ്ഞുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ILAND. അതിലപ്പോ ആരാണ് ആദ്യം വരുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കേണ്ട? പ്രിഫറൻസ് എങ്ങനെയാ? ആദ്യം t അപ്പൊ t ഫസ്റ്റ് ഫംഗ്ഷൻ, t is the first function, trigonometry second function. എല്ലാം ചോദിച്ചോടാ. ഡെറിവേറ്റീവ് ഓഫ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് തന്നെയല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ദ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് തന്നെയാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് അറിയോ? ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഈ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക ടിയുടെ ടേംസിലാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസ് കിടക്കുന്നത് എക്സിന്റെ ടേംസിലാണ്. ഇവിടെ കിട്ടിയോ? അതാണ് അവിടുത്തെ പ്രശ്നം. നേരെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇന്റഗ്രൽ വേണേൽ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. t sin t dt is equal to first function into integral of the second minus integral of derivative of the first function into integral of the second. Integral sin t ആരാ മെഹറിൻ? minus cos t. Minus cos. So t into minus cos t minus cos t minus t cos t plus integral cos t dt. Integral cos t യുടെ വാല്യൂ എന്താ ശിവകാന്ത്? ഇന്റഗ്രൽ cos t integral cos t is sin t. ഇതാണ് ഇന്റഗ്രൽ t sin t വരിക. So we have integral 0 to x t sin t dt is equal to integral minus t cos t plus sin t within the limit 0 to x. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇവന്റെ
സിംപ്ലിഫൈഡ് ഫോം കിട്ടും. എഫ് ഓഫ് എക്സിന്റെ സിംപ്ലിഫൈഡ്. ഇവിടെ അവിടെ എഫ് ഓഫ് എക്സ് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ചേ. ഒരു മിനിറ്റോളം മതിയോ എഫ് ഓഫ് എക്സ് സിംപ്ലിഫൈ ചെയ്ത്? Thirty seconds. For which is simplifying 30 seconds. എന്താ സ്വാലിഹ ഫൈനൽ പറഞ്ഞേ? sin x. എക്സ് sin x. എഫ് ഓഫ് എക്സിന്റെ ഫൈനൽ എല്ലാം കട്ടായി പോയിട്ട് ലാസ്റ്റ് ആണോ? ഓക്കെ. നമ്മൾ വാല്യൂ കൊടുക്കുമ്പോ നമുക്ക് കിട്ടുക മൈനസ് എക്സ് കോസ് എക്സ് x dash x ആട്ടോ പറഞ്ഞു. എഫ് ഡാഷ് എക്സ് ആണോ? then find x dash x എന്നല്ലേ എഫ് question. ഡാഷ് എക്സിന്റെ വാല്യൂ ആണ് എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞത്. f of x sin x minus x cos x. ഓക്കെ ഓക്കെ ഓക്കെ. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ്. ശരി. നമ്മൾ കൊടുക്കുമ്പോൾ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 0 കോസ് 0 പ്ലസ് സൈൻ 0. അപ്പോൾ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് മൈനസ് 0 ഇൻറ്റു കോസ് 0 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 0 ആയി പോകും. സൈൻ 0 0 ആണ്. സോ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും. തിരിച്ചു എഴുതിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ആണ് എഫ് ഓഫ് എക്സ്. നമുക്ക് എഫ് ഓഫ് എക്സ് ഏറ്റവും നല്ല സിംപ്ലിഫൈഡ് ഫോമിലെത്തി. ഇനി നേരെ എഫ് ഡാഷ് എക്സ്. ഒരു മിനിറ്റ് മാക്സിമം. എഫ് ഡാഷ് എക്സ് യു ഹാവ് 1 minute മാക്സിമം. ഇന്റഗ്രേഷന്റെ റൂൾ എല്ലാം പഠിച്ചപ്പോൾ ഡിഫറൻഷിയേഷൻ മറന്നു പോയിട്ടില്ലല്ലോ അല്ലെ? എവിടെ? Thirty seconds more to integrate. Sorry, to differentiate. Seconds more to differentiate. എന്താ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ ഒന്ന് പറഞ്ഞ ഫായിസ് ഒക്കെ കേട്ടടാ. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത എഫ് ഡാഷ് എക്സ് പറ. ഫായിസ് മുഹമ്മദ്. യെസ് സർ. പറടാ ഡെറിവേറ്റീവ് എങ്ങനെയാ വന്നേ? ഫായിസെ വേഗം പറ. കോസ് എക്സ് മൈനസ് ആ എക്സ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ല. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. എക്സ് കോസ് എക്സ് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്.
cos x minus x sin x plus cos x. Bracket open ചെയ്താൽ cos x plus x sin x minus cos x. Cos x and cos x cancel out. X sin x the final answer. So our option B, x sin x. Right? Option B, x sin x. Okay, so there we conclude the discussion regarding definite integral by using the method of substitution. Now, last case properties ഉപയോഗിച്ചിട്ടുള്ള integration. Properties ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഒരു 8 പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ 8 പ്രോപ്പർട്ടി. അത് ചിലത് വളരെ ഡയറക്റ്റ് ആണ്, സിമ്പിൾ ചില പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ബി ടു എഫ് ഓഫ് എക്സ്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നേരെ തിരിഞ്ഞാൽ ആൻസർ നെഗറ്റീവ്. എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുന്നതിന്റെ നെഗറ്റീവ് ആയിരിക്കും ബി ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ലഭിക്കുക. ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 8 പ്രോപ്പർട്ടി ഉണ്ട്. ആ 8 പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് വാട്ട് അവർ ലാസ്റ്റ് എക്സസൈസ് ഡീൽസ് വിത്ത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഓൺ ടുമോറോ. നാളെ മുതൽ നമുക്ക് നൈറ്റ് ക്ലാസ് അല്ലെങ്കിൽ ഈവനിങ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. മോർണിംഗ് ക്ലാസ് ഇല്ല, കുറേ സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് 6:30 to 8 അതായിരിക്കും നാളെ മുതൽ ക്ലാസ് ഈവനിങ്. Thank you. Thank you, sir. Thank you, sir. Thank you, sir.